ഹായ് ഓൾ, റെനീസ് PSC സോണിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലോട്ട് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ കാറ്റഗറി നമ്പർ 052/2024 നിന്ന് നമ്മൾ 5 ക്വസ്റ്റ്യൻ നോക്കി, അതിൻ്റെ റിലേറ്റഡ് പോയിൻറ്റ്സും പഠിച്ചു. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ഓപ്ഷൻസ്: ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ്, മേഘാലയ, നാഗാലാൻഡ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലെ ദേവസ്ഥാലിൽ, അതായത് നൈനിറ്റാൾ ജില്ലയിലെ ദേവസ്ഥാലിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. അതിൻ്റെ എത്രയാണ്? 4 മീറ്ററാണ് അതിൻ്റെ നീളം. എവിടെ? ഉത്തരാഖണ്ഡിലെ നൈനിറ്റാൾ ജില്ലയിലെ ദേവസ്ഥാലിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? കേന്ദ്ര സഹമന്ത്രിയായ ജിതേന്ദ്ര സിംഗ്. ശാസ്ത്ര സാങ്കേതികയുടെ സ്വതന്ത്ര ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയായ ജിതേന്ദ്ര സിംഗാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യ, ബെൽജിയം, പോളണ്ട്, ഉസ്ബെക്കിസ്ഥാൻ, കാനഡ എന്നിവിടങ്ങളിൽ നിന്നുള്ള ജ്യോതിശാസ്ത്രജ്ഞരാണ് ഇതിന് പിന്നിൽ. എവിടെ നിന്നൊക്കെയുള്ള ജ്യോതിശാസ്ത്രജ്ഞരാണ് ഇതിന് പിന്നിൽ? ഇന്ത്യ, ബെൽജിയം, പോളണ്ട്, ഉസ്ബെക്കിസ്ഥാൻ, കാനഡ. ഇതിൻ്റെ ഉയരം 2450 മീറ്റർ. ഈ ലിക്വിഡ് മിറർ ടെലസ്കോപ്പിൻ്റെ ഉയരം എത്രയാണ്? 2450 മീറ്റർ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിലുള്ള ആര്യഭട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒബ്സർവേഷണൽ സയൻസിൻ്റെ ദേവസ്ഥൽ ഒബ്സർവേറ്റർ ക്യാമ്പസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അറൈസ്, അതായത് ആര്യഭട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒബ്സർവേഷണൽ സയൻസിൻ്റെ ദേവസ്ഥൽ ഒബ്സർവേറ്റർ ക്യാമ്പസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അറൈസിൻ്റെ ഡയറക്ടർ ദീപൻകർ ബാനർജി. ആരാണ് അറൈസിൻ്റെ ഡയറക്ടർ? ദീപൻകർ ബാനർജി. എന്താണ് അറൈസിൻ്റെ ഫുൾ ഫോം? ആര്യഭട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒബ്സർവേഷണൽ സയൻസ്. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകമേത്? കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ, ഓക്സിജൻ ഇവ ഏതുമല്ല. ആൻസർ ഓപ്ഷൻ എ, കാർബൺ ഡൈ ഓക്സൈഡ്. ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഭൗമവികിരണത്തിൽ കുറച്ചു ഭാഗം അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുകയും ഭൗമോപരിതലത്തിലേക്ക് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണം. അപ്പോൾ ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട മൂലകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഭൗമവികിരണത്തിൽ കുറച്ച് ഭാഗം അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുകയും ഭൗമോപരിതലത്തിലേക്ക് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഹരിതഗ്രഹ പ്രവാഹത്തിന് കാരണം. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വർധനവ് കൂടുതൽ ഭൗമവികിരണം ആഗിരണം ചെയ്യുന്നതിനും തന്മൂലം വർദ്ധിച്ച ഹരിതഗ്രഹ പ്രഭാവത്തിനും കാരണമാകുന്നു. ഈ ഹരിതഗ്രഹ പ്രഭാവം കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അന്തരീക്ഷ താപനില വർദ്ധിക്കുവാൻ കാരണമാകുന്നു. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കാൻ കാരണം ജൈവ ഇന്ധനങ്ങളുടെ അമിതമായ ഉപയോഗമാണ്. എന്തുകൊണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ വർദ്ധിക്കുന്നത്? ജൈവ ഇന്ധനങ്ങളുടെ അമിതമായ ഉപയോഗമാണ് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കാൻ കാരണം. ഭൗമോപരിതലത്തിൽ നിന്ന് 10 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ഭാഗത്ത് കണ്ടുവരുന്ന വാതകം ഓസോൺ. ഏതാണ്? ഭൗമോപരിതലത്തിൽ നിന്ന് 10 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ഭാഗത്ത് കണ്ടുവരുന്ന വാതകം ഏതാണ്? ഓസോൺ. സൂര്യനിൽ നിന്ന് പ്രസരിക്കുന്ന മാരകമായ അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ഭൂമിയുടെ ഒരു രക്ഷാകവചമായി വർദ്ധിക്കുന്നത് ഓസോൺ പാളി. അന്തരീക്ഷത്തിലെ അടങ്ങിയിരിക്കുന്ന വാതകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം നൈട്രജനാണ്. ഏതാണ്? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയ വാതകം ഏതാണ്? നൈട്രജൻ. എത്ര ശതമാനം? 78.08%. രണ്ടാമത് ഓക്സിജൻ 20.95%. മൂന്നാമത് ആർഗൺ 0.93%. നാലാമത് കാർബൺ ഡൈ ഓക്സൈഡ് 0.036%. ഇത്രയും ഓർത്ത് വച്ചിരുന്നാൽ മതി.
നമുക്കൊരു അഡീഷണൽ പോയിൻ്റ് കൂടെ പറയാം. അന്തരീക്ഷത്തിൽ എത്ര കിലോമീറ്റർ എത്തുമ്പോഴാണ് ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ഗണ്യമായി കുറയുന്നത്? ഓക്സിജൻ ആണെങ്കിൽ 120 കിലോമീറ്റർ എത്തുമ്പോഴേക്കും എന്താണ് അതിൻ്റെ അളവ് ഗണ്യമായി കുറയും. കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ 90 കിലോമീറ്റർ എത്തുമ്പോഴേക്കും അതിൻ്റെ അളവ് ഗണ്യമായി കുറയും. അപ്പോൾ അന്തരീക്ഷത്തിൽ എത്ര കിലോമീറ്റർ എത്തുമ്പോഴാണ് ഓക്സിജൻ്റെ അളവ് ഗണ്യമായി കുറയുന്നതെന്ന് ചോദിച്ചാൽ 120 കിലോമീറ്ററും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ഗണ്യമായി കുറയുന്നതെന്ന് ചോദിച്ചാൽ 90 കിലോമീറ്ററും. ഓക്കെ, അപ്പം ഈ ടേബിൾ ഒന്ന് പഠിച്ചു വച്ചിരിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ എൽനിനോ, ഓപ്ഷൻ ബി പശ്ചിമ അസ്വസ്ഥത, ഓപ്ഷൻ സി കാൽബൈശാഖി, ഓപ്ഷൻ ഡി ഇവ ഏതുമല്ല. ആൻസർ ഓപ്ഷൻ ബി പശ്ചിമ അസ്വസ്ഥത. എന്താണ് പശ്ചിമ അസ്വസ്ഥത? ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിനു മുകളിൽ രൂപം കൊള്ളുന്ന ശക്തമായ ന്യൂനമർദ്ദം ട്രോപ്പോസ്ഫിയറിന് മുകളിലൂടെ, അതായത് ട്രോപ്പോപാസിലൂടെ വീശുന്ന അതിശക്തമായ വായുപ്രവാഹങ്ങളായ ജെറ്റ് പ്രവാഹങ്ങളുടെ സഹായത്താൽ കിഴക്കോട്ട് സഞ്ചരിച്ച് പാകിസ്ഥാനിലെ സുലൈമാൻ പർവ്വത ചുരങ്ങളിലൂടെ ഇന്ത്യയിലെത്തുന്നു. പശ്ചിമ അസ്വസ്ഥത എന്നറിയപ്പെടുന്ന ഈ കാറ്റുകൾ ഹിമാലയ പർവ്വതത്തിന് മുകളിൽ എത്തുമ്പോൾ വൻ ഹിമപാതത്തിന് കാരണമാകാറുണ്ട്. ഇവ ഉത്തരമഹാസമതലങ്ങളിൽ, പ്രത്യേകിച്ച് പഞ്ചാബിൽ ശൈത്യകാല മഴയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ എന്താ പറഞ്ഞത്? എവിടെ നിന്ന് വരുന്നതാണ്? മെഡിറ്ററേനിയൻ കടലിന് മുകളിൽ, ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിന് മുകളിൽ രൂപം കൊള്ളുന്ന ശക്തമായ ന്യൂനമർദ്ദം ട്രോപ്പോസ്ഫിയറിന് മുകളിലൂടെ. ട്രോപ്പോസ്ഫിയർ എവിടെയാണ് കാണപ്പെടുന്നത്? ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന് കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഏതാണ് ട്രോപ്പോസ്ഫിയർ? ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന് കാണപ്പെടുന്ന പാളിയാണ് എന്ത് പറയുന്നത്? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ട്രോപ്പോസ്ഫിയർ എന്താണ്? ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്നുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോപാസ് എന്ന് പറഞ്ഞാൽ ട്രോപ്പോസ്ഫിയറിന് നേരെ മുകളിൽ, അതായത് ട്രോപ്പോസ്ഫിയറിനും സ്ട്രാറ്റോസ്ഫിയറിനും ഇടയിലുള്ള മേഖലയാണ് ട്രോപ്പോപാസ്. അപ്പോൾ എന്താ പറഞ്ഞ്? ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിന് മുകളിൽ രൂപം കൊള്ളുന്ന ശക്തമായ ന്യൂനമർദ്ദം ട്രോപ്പോസ്ഫിയറിന് മുകളിലൂടെ വീശുന്ന അതിശക്തമായ വായുപ്രവാഹങ്ങളായ ജെറ്റ് പ്രവാഹങ്ങളുടെ സഹായത്താൽ കിഴക്കോട്ട് സഞ്ചരിച്ച് പാകിസ്ഥാനിലെ സുലൈമാൻ പർവ്വത ചുരങ്ങളിലൂടെ ഇന്ത്യയിലെത്തുന്നു. ഇത് എങ്ങനെ അറിയപ്പെടുന്നു? പശ്ചിമ അസ്വസ്ഥത എന്നറിയപ്പെടുന്ന ഈ കാറ്റുകൾ ഹിമാലയ പർവ്വതത്തിന് മുകളിലെത്തുമ്പോൾ വൻ ഹിമപാതത്തിന് കാരണമാകാറുണ്ട്. ഇവ ഉത്തരമഹാസമതലങ്ങൾ, പ്രത്യേകിച്ച് പഞ്ചാബിൽ ശൈത്യകാല മഴയ്ക്ക് കാരണമാകുന്നു. ഇതിനെയാണ് എന്ന് പറയുന്ന പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുന്നത്. ഇത് ഏതൊക്കെ കൃഷിക്കാണ് ഇത് പ്രയോജനകരം? ഗോതമ്പ്, ബാർലി മുതലായ റാബി വിളകൾക്ക് വളരെയേറെ പ്രയോജനകരമായ മഴയാണ് പശ്ചിമ അസ്വസ്ഥത. ഇവിടെ ഒരു പോയിന്റ് കൂടെ പഠിക്കാം. ട്രോപ്പോസ്ഫിയറിലാണ് എന്തുണ്ടാവുന്നത്? ട്രോപ്പോസ്ഫിയറിൽ ഉണ്ടാകുന്ന പ്രവാഹമാണ് ജെറ്റ് പ്രവാഹം. അടുത്തത് കാൽബൈശാഖി. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിലും ആസാമിലും അനുഭവപ്പെടാറുള്ള ഇടിയോടുകൂടിയ ശക്തമായ മഴയാണ് കാൽബൈശാഖി. ഇത് ചോദിച്ചിട്ടുണ്ട്. ഉഷ്ണകാലത്ത് അനുഭവപ്പെടാറുള്ള ശക്തമായ ഇടിയോടുകൂടിയ മഴ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാ? കാൽബൈശാഖി. ഇത് എവിടെയാണ് കൂടുതലും കാണപ്പെടുന്ന? പശ്ചിമ ബംഗാളിലും ആസാമിലും. അലറുന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയും ഇതിൻ്റെ സവിശേഷതകളാണ്. അപ്പോൾ കാൽബൈശാഖി എന്താണ്? ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിലും ആസാമിലും അനുഭവപ്പെടാറുള്ള ഇടിയോടുകൂടിയ ശക്തമായ മഴയാണ് കാൽബൈശാഖി. അലറുന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയും ഇതിൻ്റെ സവിശേഷതകളാണ്. അടുത്തത് എൽനിനോ. 3 വർഷം മുതൽ 7 വർഷം വരെയുള്ള ഇടവേളകളിൽ ക്രിസ്തുമസ് സമയത്ത് പെറുവിൻ്റെ തീരത്തുള്ള, എവിടെയാണ്? പെറുവിൻ്റെ തീരത്തുള്ള പസഫിക് സമുദ്രഭാഗം ക്രമാതീതമായി ചൂട് പിടിക്കുന്നു. ഈ പ്രതിഭാസത്തെ എൽനിനോ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പെറുവിൻ്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുകയും ശക്തമായ മഴയ്ക്കോ കടുത്ത വരൾച്ചയ്ക്കോ കാരണമാവുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് എൽനിനോ. ഈ പ്രതിഭാസം ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? മത്സ്യത്തൊഴിലാളികളാണ് എൽനിനോ പ്രതിഭാസം ആദ്യമായി കണ്ടെത്തിയത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം.
അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, ഏറ്റവും വലിയ എണ്ണപ്പാടം ജാരിയാണ്. ഓപ്ഷൻ ബി, ഏറ്റവും വലിയ എണ്ണപ്പാടം സുന്ദർഗഡ് ആണ്. ഓപ്ഷൻ സി, ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. ഓപ്ഷൻ ഡി, ബിയും സിയും ശരിയാണ്. ഇവിടെ ശരിയായ ഉത്തരം ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. പക്ഷേ PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീയിൽ വന്നത് ഏറ്റവും വലിയ എണ്ണപ്പാടം ജാരിയാണെന്നാണ്. നമുക്ക് ശരിയായ ആൻസർ തന്നെ പഠിക്കാം. ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ്? മുംബൈ ഹൈ ആണ്. ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആവുമ്പോൾ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ഏറ്റവും വലിയ കൽക്കരി പാടമാണ് ജാരിയ. നമുക്ക് ആൻസറിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ശരിയായ ഉത്തരം എന്താണ്? ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ്? മുംബൈ ഹൈ. പെട്രോളിയവും പ്രകൃതിവാതകവും. റോഡ്, റെയിൽ, വ്യോമഗതാഗത മേഖലകൾക്ക് മുഖ്യ ഊർജ്ജ സ്രോതസ്സാണ് പെട്രോളിയം. പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ കൂടാതെ രാസവളങ്ങൾ, കൃത്രിമ റബ്ബർ, കൃത്രിമ നാരുകൾ, വാസലിൻ തുടങ്ങി വിവിധ തരം ഉപ ഉൽപ്പന്നങ്ങൾ പെട്രോളിയത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് ഡിഗ്ബോയ് ആസാം. ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ്? അസമിലെ ദിഗ്ബോയ്. ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദക സംസ്ഥാനങ്ങൾ അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര. ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദക സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ് മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ്? മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ. പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനം പ്രകൃതിവാതകം. പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനം ഏതാണ്? പ്രകൃതിവാതകം. പ്രകൃതിവാതക നിക്ഷേപങ്ങൾ മാത്രമായും കാണപ്പെടുന്ന സംസ്ഥാനങ്ങളാണ് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തീരങ്ങൾ. എവിടെയാണ് പ്രകൃതിവാതക നിക്ഷേപങ്ങൾ മാത്രമായി കാണപ്പെടുന്നത്? തമിഴ്നാടും ആന്ധ്രാപ്രദേശ് തീരങ്ങളിലും. പെട്രോളിയം നിക്ഷേപങ്ങൾ കൂടുതലും സമുദ്രത്തോടടുത്ത് സ്ഥിതി ചെയ്യുന്നു. എന്തുകൊണ്ട്? പെട്രോളിയം ഒരു ജീവാംശ ഇന്ധനമാണ്. പെട്രോളിയം എന്താണ്? ഒരു ജീവാംശ ഇന്ധനമാണ്. അവസാദങ്ങൾക്കിടയിൽ ജൈവിക പ്രവർത്തനങ്ങളിലൂടെയും രൂപം കൊള്ളുന്ന ശിലാതൈലമാണ് പെട്രോളിയം. സമുദ്ര ജീവജാലങ്ങളുടെ ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് ഈ വിധം പെട്രോളിയം രൂപം കൊള്ളുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് പെട്രോളിയം നിക്ഷേപം കൂടുതൽ സമുദ്രത്തോടടുത്ത് സ്ഥിതി ചെയ്യുന്നത്? പെട്രോളിയം ഒരു ജീവാംശ ഇന്ധനമാണ്. അവസാദങ്ങൾക്കിടയിൽ ജൈവിക പ്രവർത്തനങ്ങളിലൂടെ രൂപം കൊള്ളുന്ന ശിലാതൈലമാണ് പെട്രോളിയം. അപ്പോൾ സമുദ്ര ജീവജാലങ്ങളുടെ ജൈവാവശിഷ്ടങ്ങളിൽ നിന്നാണ് പെട്രോളിയം രൂപം കൊള്ളുന്നത്. അതുകൊണ്ടാണ് ഇത് സമുദ്രത്തോടടുത്ത് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത് നമുക്ക് കൽക്കരി നോക്കാം. ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി. പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി. ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്ന കൽക്കരി ഏതാണ്? ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ളവയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്ന കൽക്കരി. പ്രധാന കൽക്കരി ഉൽപ്പാദക സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്. എന്താണ് പ്രധാന കൽക്കരി ഉൽപ്പാദക സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്. ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദക സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര. നമ്മൾ പഠിച്ചു പെട്രോളിയം ഉൽപ്പാദക സംസ്ഥാനങ്ങൾ അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര. കൽക്കരി ഉൽപ്പാദക സംസ്ഥാനങ്ങൾ പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻ്റാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാറിയ, ജാർഖണ്ഡ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏത്? ജാറിയ, ജാർഖണ്ഡ്. മാറിപ്പോകരുത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാറിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ. ഓക്കെ, മഹാരാഷ്ട്ര. അടുത്തത്, തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരിയാണ് കാണപ്പെടുന്നത്. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ ഏത് തരം കൽക്കരിയാണ് കാണപ്പെടുന്നത്? ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരിയാണ് കാണപ്പെടുന്നത്. അടുത്തത് നമുക്ക് ഇരുമ്പയിര് നോക്കാം. ഇരുമ്പയിരിൽ നിന്നാണ് ഇരുമ്പ് എന്ന ലോഹം വേർതിരിച്ചെടുക്കുന്നത്. ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രധാന ഇരുമ്പയിര് നിക്ഷേപങ്ങളാണ് മാഗ്നറ്റൈറ്റ്, ഹാമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. ഏതൊക്കെയാണ്? മാഗ്നറ്റൈറ്റ്, ഹാമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്.
ലോകത്തെ മൊത്തം ഇരുമ്പയിര് നിക്ഷേപത്തിൻ്റെ 20% ഇന്ത്യയിലാണ്. അപ്പോൾ ലോകത്ത് എത്ര ശതമാനമാണ് ഇരുമ്പയിര് നിക്ഷേപം? 20%. ഇരുമ്പയിര് കയറ്റുമതിയിൽ ഇന്ത്യ 4-ാം സ്ഥാനത്താണ്. ഇരുമ്പയിര് കയറ്റുമതിയിൽ ഇന്ത്യയുടെ സ്ഥാനം 4-ാം സ്ഥാനം. കയറ്റുമതിയിലാണ് ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പയിരിൻ്റെ 50 മുതൽ 60% വരെ ജപ്പാൻ, കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. എവിടെയൊക്കെയാണ് ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നത്? ജപ്പാൻ, കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ. ഇരുമ്പയിരിൻ്റെ ആഭ്യന്തര ഉപയോഗം ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഇരുമ്പുരുക്ക് വ്യവസായം. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പ് കല്ല്, ഡോളമൈറ്റ്. അപ്പോൾ ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഏതൊക്കെയാണ്? ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പ് കല്ല്, ഡോളമൈറ്റ്. ഇവിടെ നമ്മൾ ഇപ്പോൾ പഠിച്ചതിൽ, ഇപ്പോൾ വായിച്ചതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കാനുള്ളത് ഈ പേജിൽ നിന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാറിയ, ജാർഖണ്ഡ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ. പിന്നെ പ്രധാനമായും കൽക്കരി ഉൽപ്പാദക സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്. അതേപോലെ തന്നെ പെട്രോളിയം ഉൽപ്പാദക സംസ്ഥാനങ്ങൾ അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര. പിന്നെ എന്താണ് ലോകത്തെ മൊത്തം ഇരുമ്പയിര് നിക്ഷേപത്തിൻ്റെ 20%. അതായത് ഇന്ത്യയിൽ നിന്ന് എത്ര ശതമാനമാണ് ഇരുമ്പയിര് നിക്ഷേപം? 20%. ഇന്ത്യയിൽ കയറ്റുമതിയിൽ, ഇരുമ്പിൻ്റെ കയറ്റുമതിയിൽ എത്ര സ്ഥാനമാണ് ഇന്ത്യ? 4-ാം സ്ഥാനം. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഇരുമ്പുരുക്ക് വ്യവസായം. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകൾ ഏതൊക്കെയാണെന്ന് പറയാം. ഒഡീഷയിൽ എവിടെയൊക്കെയാണ്? സുന്ദർഗഡ്, മയൂർഭഞ്ച്, ധാർ. എവിടെയൊക്കെയാണ്? സുന്ദർഗഡ്, മയൂർഭഞ്ച്, ധാർ. അടുത്ത ഝാർഖണ്ഡ്, സിംഘം, ദുർഗ്. കർണാടക ബെല്ലാരി, ചിക്മഗലൂർ, ഷിമോഗ, ചിത്രദുർഗ്. ഗോവയിൽ മർമഗോവ. തമിഴ്നാട്ടിൽ സേലം, നീലഗിരി. അപ്പോൾ ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകൾ ഒഡീഷയിൽ സുന്ദർഗഡ്, മയൂർഭഞ്ച്, ധാർ. ജാർഖണ്ഡിൽ സിംഘം, ദുർഗ്. കർണാടകത്തിൽ ബെല്ലാരി, ചിക്മഗലൂർ, ഷിമോഗ, ചിത്രദുർഗ്. ഗോവയിൽ മർമഗോവ. തമിഴ്നാട്ടിൽ സേലം, നീലഗിരി. ഇത് പ്രസ്താവന രീതിയിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്, പഠിക്കുക. ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ ഒരു പ്രധാന അസംസ്കൃത വസ്തു കൽക്കരി. ഇന്ത്യയിലെ ഇരുമ്പയിര് നിക്ഷേപങ്ങൾ കൽക്കരിപ്പാടങ്ങൾക്ക് സമീപത്തായാണ് കാണപ്പെടുന്നത്.